theorem. If M divides order of G where G is a finite and abelian group, if M divides order of G where G is finite abelian group, then G has a subgroup H such that order of H equal to M. If M divides order of G, അങ്ങനെയാണെങ്കിൽ എമ്മിനെ എം ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ് ആർക്കുണ്ടാവും, ജിക്ക് ഉണ്ടാവും എന്നാണ് ഈ തിയറം പറയുന്നത്. ഇതേ തിയറം പോലത്തെ ഇതിന് കോൺവേഴ്സ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലഗ്രാഞ്ചെ തിയറം പറയുന്നത് എങ്ങനെയാണ്, H സബ് ഗ്രൂപ്പ് ഓഫ് G ആണെങ്കിൽ ഓർഡർ ഓഫ് H ഡിവൈഡ്സ് ഓർഡർ ഓഫ് G ആയിരിക്കും. അഥവാ ജിന്റെ സബ് ഗ്രൂപ്പ് ആണ് എച്ച് എങ്കിൽ അതിന്റെ ഓർഡർ ജിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇവർ പറയുന്നത് നേരെ തിരിച്ചാ പറയുന്നത്, അങ്ങനെ ഒരു നമ്പർ ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എം ഓർഡർ ഉള്ള ഒരു സബ് ഗ്രൂപ്പ് ആർക്കുണ്ടാവും, ജിക്ക് ഉണ്ടാവും എന്നാണ് ഈ തിയറം പറയുന്നത്. അഥവാ നേരെ ഓപ്പോസിറ്റ് ആൻഡ് കോൺവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൂഫ്. Given that G is finite and abelian, therefore G is finitely generated abelian group. അങ്ങനെയാണെങ്കിൽ by fundamental theorem of algebra, G equal to Z P1 raised to R1 cross Z P2 raised to R2 cross etc. Z pk raised to rk എന്ന് എഴുതി വെക്കാം. ഓക്കെ, where pi need not be distinct. ഓക്കെ, pi കൾ ഡിസ്റ്റിങ്ക്റ്റ് ആവണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആവണ പോലെ ഓർഡർ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഇതിൽ P1 റൈസ് ടു R1 എലമെന്റ്, ഇതിൽ P2 റൈസ് ടു R2 എലമെന്റ്, അങ്ങനെ ആകുമ്പോൾ P1 റൈസ് ടു R1 ഇൻറ്റു P2 റൈസ് ടു R2 എക്സെട്ര Pk റൈസ് ടു Rk എലമെന്റ്സ് ഉണ്ടാവും. സപ്പോസ് M ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ P1 റൈസ് ടു S1 into P2 raised to S2 etc. Pk raised to Sk format ആയിരിക്കും, where 0 less than or equal to Si less than or equal to Ri. അതെങ്ങനെ വന്നു എന്ന് കാണിക്കാം. ഇപ്പൊ നോക്കൂ, 100 എന്ന് പറഞ്ഞാൽ 100 is equal to 2 square into 5 square അല്ലേ. അങ്ങനെയാണെങ്കിൽ 100ന്റെ ഡിവൈസർ മൊത്തം 2 raised to S1 into 5 raised to S2 ഫോർമാറ്റ് ആയിരിക്കും. S1 ആണെങ്കിൽ 0 ആവാം, 1 ആവാം, 2 ആവാം. S2 എന്ന് പറഞ്ഞാൽ 0 ആവാം, 1 ആവാം, 2 ആവാം. ഇവിടെ രണ്ടും 2 ആയതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഇപ്പോൾ നോക്കൂ, ഒരു ഡിവൈസർ എന്ന് പറഞ്ഞാൽ 2 raised to 0 into 5 raised to 0 ആണ്, അഥവാ 1. ഒരു ഡിവൈസർ 2 raised to 1 into 5 raised to 1 ആണ്, 5 raised to 0 ആണ്. വേറെ ഡിവൈസർ 2 raised to 0 into 5 raised to 1 ആണ്. വേറെ ഡിവൈസർ 2 raised to 1 into 5 raised to 1 ആണ്. വേറെ ഡിവൈസർ 2 raised to 1 into 5 square ഡിവൈസർ ആണ്. അങ്ങനെ ഓരോ ഡിവൈസറിനും നമുക്ക് ഈ ഫോർമാറ്റിൽ എഴുതാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നമ്പറുകൾ 2ന്റെ താഴെ ഈ അഥവാ ഫൈനൈറ്റ് പവേഴ്സ് 2ന്റെ താഴെ അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അഥവാ എം എന്ന് പറഞ്ഞാൽ അതിന് എമ്മിന്റെ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. Now consider Z Pi raised to Ri. നമുക്കറിയാം Z Pi raised to Ri എന്ന് പറഞ്ഞാൽ that is a cyclic group generated by 1 ആണ്. 1 കൊണ്ട് അതിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ദി എലമെന്റ് Pi raised to Ri minus Si. Pi raised to Ri minus Si നെ നമുക്ക് എന്ത് ചെയ്യാം, 1 raised to Pi raised to Ri minus Si എന്ന് എഴുതാട്ടോ, സംശയം ഉണ്ടോ? നോക്കൂ, 3നെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, 1 raised to 3 എന്ന് എഴുതി കൂടെ. What is 1 raised to 3? 1 plus 1 plus 1 under the operation addition modulo, അങ്ങനെ നമുക്ക് 1 plus 1 plus എന്ന് എഴുതി കൂടെ. അതേപോലെ Pi raised to Ri minus Si നെ 1 raised to Pi minus Ri minus S എന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ Hi എന്നുള്ള ഒരു സബ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പോവാ.
HI എന്ന് പറഞ്ഞാൽ the cyclic group generated by Pi raised to Ri minus Si. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് HI എന്തായിരിക്കും വരിക? ഓർഡർ ഓഫ് HI എന്ന് പറഞ്ഞാൽ Pi raised to Ri by D ആയിരിക്കും. ഏത് ഫോർമാറ്റാ? N/D ഫോർമാറ്റ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ആ തിയറം. വേർ D എന്ന് പറഞ്ഞാൽ D is equal to GCD of Pi raised to Ri, Pi raised to Ri minus Si ആയിരിക്കും. ഓക്കെ, എന്താ GCD of Pi raised to Ri, Pi raised to Ri minus Si എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലേ? ഇതിൽ രണ്ടിലും ഇത് Pi raised to Ri, ഇത് Pi raised to Ri minus Si. അപ്പൊ GCD എടുക്കുക എന്ന് പറഞ്ഞാൽ GCD അതിൽ ചെറിയ ആളായിരിക്കും ഉണ്ടാവുക. Therefore answer is Pi raised to Ri minus Si ആയിരിക്കും ഉണ്ടാവുക. നോക്കൂ, GCD of 2's cube, 2 raised to 5 എന്താ? 2 cube ഡിവൈസർ എന്ന് പറഞ്ഞാൽ 1, 2, 2 square, 2 cube, etc. 2 raised to 5 ഡിവൈസർ എന്ന് പറഞ്ഞാൽ 1, 2, 2 square, 2 cube, 2 raised to 4, 2 raised to 5, etc. രണ്ടിനും കോമൺ ആയിട്ട് ചെറിയ ആൾ കോമൺ ആയ വലിയ ആള് 2 raised to 3 അല്ലേ? 2 raised to 3 അല്ലേ? അഥവാ ഇതിൽ ചെറിയ ആളല്ലേ അതിലുണ്ടാവുക. അപ്പൊ അങ്ങനെ Pi raised to Ri minus Si ആയിരിക്കൂലേ അതിന് GCD ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് HI എന്തായിരിക്കും ബാക്കി വരിക? ഓർഡർ ഓഫ് HI is equal to Pi raised to Ri by D. D എന്ന് പറഞ്ഞാൽ Pi raised to Ri minus Si എന്ന് കിട്ടും. That is equal to Pi raised to Si എന്ന് കിട്ടും. ഓക്കെ, അതിനർത്ഥം എന്താ പറയുക? ഓർഡർ ഓഫ് HI എന്ന് പറഞ്ഞാൽ അഥവാ ഇതിന്റെ ഓർഡർ, ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? Pi raised to Si എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Z ഇപ്പൊ അവസാനം കിട്ടിയ എന്താ പറയുക? Z Pi raised to Ri has a subgroup of HI of order Pi raised to Si എന്ന് എഴുതിക്കൂടെ? ഇത് ആർബിട്രറി ആണ്. ഇപ്പോ ആർബിട്രറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ G is equal to നമുക്കറിയാം G എന്ന് പറഞ്ഞാൽ Z P1 raised to R1 cross Z P2 raised to R2 cross etc. Z Pk raised to Sk ലെ Z ഇവിടെ Z cross etc. ഉണ്ട്, ഇവിടെ Z Pi raised to Ri ഒക്കെ ഉണ്ട് cross etc. ഇതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? HI കിട്ടിയത്. ഈ HIന്റെ ഓർഡർ എന്താ നമുക്കറിയാം? HIന്റെ ഓർഡർ നമുക്കറിയാം, അത് Pi raised to Si ആണ്. അതേപോലെ ഇത് ആർബിട്രറി ആണ്. ഇതിന് എന്തുണ്ടാവും? ഒരു H1 ഉണ്ടാവും ഓഫ് ഓർഡർ P1 raised to S1. ഇതിന് സബ് ഗ്രൂപ്പ് ഉണ്ടാവും H2 ഓഫ് ഓർഡർ P2 raised to S2 etc. ഇതിന് സബ് ഗ്രൂപ്പ് ഉണ്ടാവും HK ഓഫ് ഓർഡർ PK raised to SK. അങ്ങനെയാണെങ്കിൽ ഈ H1 ക്രോസ് H2 ക്രോസ് എക്സെട്ര HI ക്രോസ് എക്സെട്ര HK എന്ന് പറഞ്ഞാൽ ആരെ സബ് ഗ്രൂപ്പ് ആയിരിക്കും? ഇതിന് സബ് ഗ്രൂപ്പാണിത്, ഇതിന് സബ് ഗ്രൂപ്പാണിത്, ഇതിന് സബ് ഗ്രൂപ്പാണിത്, ഇതിന് സബ് ഗ്രൂപ്പാണിത്. അപ്പൊ ഇത് ആരെ സബ് ഗ്രൂപ്പ് ആയിരിക്കും വരിക? അത് നമുക്ക് H എന്ന് വിളിച്ചാൽ Gന്റെ ഒരു സബ് ഗ്രൂപ്പാണ് H ഓഫ് ഓർഡർ P1 raised to S1 into P2 raised to S2 into etc. PK raised to SK ഓർഡർ വരുന്ന, അഥവാ that is equal to M ഓർഡർ വരുന്ന ഒരു സബ് ഗ്രൂപ്പ് H കിട്ടി ഓഫ് G. Okay.